ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. മൈസൂർ മസാല ദോശയാണെന്ന് മാത്രം. മൈസൂർ മസാല ദോശ രണ്ട് തരമുണ്ട്. ഇത് മൈസൂർ മാത്രം കിട്ടുന്ന മസാല ദോശയാണ്. അപ്പോൾ എങ്ങനെയാണ് മൈസൂർ മസാല ദോശ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ ഒരു 10-12 മുളക് കുതിർത്തെടുക്കണം. പേടിക്കേണ്ട, എരിവ് അധികമില്ലാത്ത കാശ്മീരി മുളകാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. എരിവുള്ള ടൈപ്പ് ഒരു 4 എണ്ണം മതിയാവും. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് കുതിർത്തെടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ മുളക് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ചമ്മന്തി അരയ്ക്കാനുള്ള മറ്റ് ചേരുവകൾ കൂടി ചേർത്ത് അരച്ചെടുക്കാം. ആദ്യം 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു മീഡിയം സവോള അരിഞ്ഞത്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളൻ പുളിയാണ് വേണ്ടത് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നല്ല ചുവന്ന കളറിൽ ഒരു രസികൻ ചുവന്ന ചമ്മന്തി കിട്ടും. ഇത് വേണമെങ്കിൽ നേരെ ദോശയ്ക്ക് ചമ്മന്തിയായി ഉപയോഗിക്കാം കേട്ടോ. ഈ നേരത്ത് നിങ്ങൾ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്ത് ലേശം ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ച് വയ്ക്കുക. മസാല ദോശയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മസ്റ്റാണല്ലോ അല്ലേ. ഉരുളക്കിഴങ്ങ് വേണ്ടാത്ത ഒരു രസികൻ മസാല ദോശ ഞാൻ മുമ്പ് ഷെയർ ചെയ്തത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള ഉരുളക്കിഴങ്ങ് മസാലയാണ് ഉണ്ടാക്കാനുള്ളത്. അതിനായി ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇനി കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം ചുവന്ന് വരുമ്പോൾ അതിനോടൊപ്പം കുറച്ച് ജീരകം, പിന്നെ ഇത്തിരി കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇവിടെ പച്ചമുളക് ഇടാൻ അല്പം മറവി ഉണ്ടായി കേട്ടോ. അതുകൊണ്ട് ലേശം കഴിഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾ മറക്കാതിരിക്കാനാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സവോള ചേർത്ത് കൊടുക്കുക. ഇത് ഇത്തിരി നേരം വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഒരു നുള്ളു കായം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുളക് ചമ്മന്തിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും ഉപ്പിടുന്നുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ വേണം ഇടാൻ. ഇനി നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മസാലയ്ക്ക് ലേശം കളറൊക്കെ വേണ്ടേ. അതുകൊണ്ട് സാധാരണ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് പകരം ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ കണ്ടല്ലോ, ഞാനിപ്പോഴാണ് പച്ചമുളക് ചേർക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമുള്ളത് മസാല നോക്കിയാൽ മൊത്തം ഒരു മഞ്ഞ കളർ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ച മുത്തും കൂടി ഉണ്ടാകും. കാണാൻ ഒരു നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അവർ മൊത്തമായി ഒന്ന് മിക്സായി വരട്ടെ. നമുക്ക് ആ നേരത്തെ ചെറുപ്പത്തിൽ നാടുവിട്ടുപോയി മുംബൈയിൽ താരമായ മൈസൂർ മസാല ദോശയുടെ ഇരട്ട സഹോദരനെ പരിചയപ്പെടാം. പേരൊന്നാണെങ്കിലും രൂപത്തിലും ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. ആശാൻ അവിടെ വലിയ ഡോണാണേ, ഇദ്ദേഹം പാവം. അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. കളറൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയായി കിട്ടണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കാം. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇനി അതിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ ചേർത്തോളൂ. സംഭവം ഒരു രസമാണ്. അപ്പോൾ മസാല ദോശയുടെ പ്രധാന പണികളെല്ലാം കഴിഞ്ഞു. ഇനി ദോശ ചുടുക, മസാല ഉള്ളിൽ വയ്ക്കുക, അടയ്ക്കുക. പക്ഷേ ഇതിൽ ഇടയ്ക്കൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ മുളക് ചമ്മന്തി അരച്ചായിരുന്നു, മറന്നിട്ടില്ലല്ലോ അല്ലേ.
അപ്പോൾ ഒരു തവി മാവെടുത്ത് ദോശക്കല്ലിലങ്ങ് പരത്തുക. നെയ്യൊക്കെ ലേശം ഒഴിച്ചോളൂ, മൊരിഞ്ഞു കിട്ടാൻ നല്ലതാണ്. ഇനി നമ്മുടെ മുളക് ചമ്മന്തി ആദ്യം പുരട്ടി കൊടുക്കുക. 1 സ്പൂണൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു സൈഡിൽ മാത്രം വയ്ക്കുക. ഇനി മടക്കി മൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മൈസൂർ മസാല ദോശ തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയണം കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു എവരിവൺ.